നാളെ പണം കിട്ടാനുള്ള ഒരാളെ വിളിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇനി വിളിച്ചാൽ തന്നെ അദ്ദേഹം നല്ലൊരു വാക്ക് പറഞ്ഞിട്ട് വീണ്ടും അവർ നമുക്ക് തരാനുള്ള ആ ഡ്യൂറേഷൻ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകും. ഈ നീട്ടിക്കൊണ്ടുപോകുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം പറയുമ്പോൾ നമ്മളുടെ പൊട്ടയായ മനസ്സ് പെട്ടെന്ന് അതങ്ങ് വിശ്വസിച്ച് പോകും. അത് നമ്മൾ വലിയൊരു ഡ്രോബാക്കാണ്. നമ്മൾക്കെപ്പോഴും നമ്മളോട് നല്ല സ്നേഹത്തോടെ പെരുമാറുന്ന വ്യക്തികൾ അവർ നമ്മൾ എത്ര ഉപദ്രവം ചെയ്തവരാണെങ്കിൽ പോലും ആ ഉപദ്രവം നമ്മൾ താൽക്കാലികമായിട്ട് മറക്കുകയും പിന്നെ നമ്മളത് ഓർക്കും കേട്ടോ, പിന്നെ നമ്മളത് ഓർക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുക. എന്തായിരിക്കും ഈ ഒരു മോറിസ് കോയിൻ്റെ CEO ആയിട്ടുള്ള നിഷാദ് ഭായിയുടെ യഥാർത്ഥ അവസ്ഥ? നമുക്കിതൊക്കെ ചർച്ച ചെയ്യണ്ടേ നമുക്ക്? കാരണം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറയാണ്, അദ്ദേഹം ഓരോ ഏജൻറ്റിനും ഇത്രയേറെ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്, വാരിക്കോരി കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടിയതിനേക്കാളും ഫണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എന്നെയൊക്കെ ചേർത്ത് മോറിസ്